ചോദ്യം 1 ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്. ലോക വിദ്യാർത്ഥി ദിനം എന്നാണ്. ഉത്തരം ഒക്ടോബർ 15. ചോദ്യം 2 ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം. ചോദ്യം 3 ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് എന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് എന്നാണ്? ഉത്തരം 1931 ഒക്ടോബർ 15. ചോദ്യം 4 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2010 മുതൽ. ചോദ്യം 5 ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് എവിടെയാണ്? ഉത്തരം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. ചോദ്യം 6 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം അവുൾ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം. ചോദ്യം 7 ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ആഷിയമ്മ ജൈനുലബ്ദീൻ. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം ജൈനുലബ്ദീൻ മരക്കാർ. ചോദ്യം 9 അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം അഗ്നിച്ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ. ചോദ്യം 10 മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 11 നാസയിലെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം കണ്ട ഒരു ചിത്രം എന്തായിരുന്നു? നാസയിലെ ഒരു ഗവേഷണ കേന്ദ്രത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം കണ്ട ഒരു ചിത്രം എന്തായിരുന്നു? ഉത്തരം ടിപ്പു സുൽത്താൻ പീരങ്കി ഉപയോഗിച്ച് ബ്രിട്ടീഷ് സൈന്യത്തോട് യുദ്ധം ചെയ്യുന്ന ചിത്രം. ചോദ്യം 12 APJ അബ്ദുൽ കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായത് എന്നാണ്? APJ അബ്ദുൽ കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായത് എന്നാണ്? ഉത്തരം 1969. ചോദ്യം 13 ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം? ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം? ഉത്തരം രാഷ്ട്രപതിയാകുന്ന 11ാമത്തെ വ്യക്തിയും 12ാമത്തെ രാഷ്ട്രപതിയുമാണ്. എന്തുകൊണ്ടെന്നാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 2 തവണ രാഷ്ട്രപതിയായിട്ടുണ്ട്. ചോദ്യം 14 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 15 ശാസ്ത്രം ദൈവത്തോടടുക്കുവാനുള്ള വഴി മാത്രം. ആരുടെ വാക്കുകളാണിത്? ശാസ്ത്രം ദൈവത്തോട് അടുക്കുവാനുള്ള വഴി മാത്രമാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 16 1 രൂപ മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? 1 രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ പ്രസിഡന്റ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 17 ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ്? ഉത്തരം
ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 18. ഒക്ടോബർ 15 യുവപ്രബോധന ദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒക്ടോബർ 15 യുവപ്രബോധന ദിനമായി ആചരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 19. ഒറീസയിലെ വീലർ ദ്വീപ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഒറീസയിലെ വീലർ ദ്വീപ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ്. ഒഡീഷ സർക്കാർ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരിക്കുവാൻ 2015 ഈ ഒറീസയിലെ വീലർ ദ്വീപിൻ്റെ പേര് മാറ്റിയത്. ചോദ്യം 20. രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്ന ആദ്യ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 21. യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? യുദ്ധവിമാനത്തിൽ, അതായത് സുഖോയ് എന്ന യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 22. ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആര്? ശാസ്ത്രലോകത്തെ മഹാത്മാഗാന്ധി എന്ന് വിക്രം സാരാഭായിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 23. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കാലഘട്ടം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ കാലഘട്ടം. ഉത്തരം 2002 മുതൽ 2007 വരെ. ചോദ്യം 24. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം? ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം? ഉത്തരം 3ാമത്തെ. ചോദ്യം 25. ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന 1ാമത്തെയും 2ാമത്തെയും ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ ആരെല്ലാമാണ്? ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 1ാമത്തെയും 2ാമത്തെയും ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ ആരെല്ലാമാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണനും ഡോക്ടർ സക്കീർ ഹുസൈനും. ചോദ്യം 26. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഇൻ്റർനെറ്റ് ദിനപത്രം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഇൻ്റർനെറ്റ് ദിനപത്രം ഏതാണ്? ഉത്തരം ബില്യൺ ഡ്രീംസ്. ചോദ്യം 27. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 28. രാജ്യത്തിൻ്റെ ബുദ്ധികേന്ദ്രങ്ങളെ ചിലപ്പോൾ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചിൽ കാണാം എന്ന് പറഞ്ഞതാരാണ്? രാജ്യത്തിൻ്റെ ബുദ്ധികേന്ദ്രങ്ങളെ ചിലപ്പോൾ ക്ലാസ് മുറിയിലെ അവസാന ബെഞ്ചിൽ കാണാം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 29. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതം പാഠ്യവിഷയമാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ചോദ്യം 30. 2002 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആരാണ്? 2002 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ചത് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ചോദ്യം 31. ഡോക്ടർ APJ അബ്ദുൽ കലാം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് എവിടെ നിന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് എവിടെ നിന്നാണ്? ഉത്തരം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ചോദ്യം 32. ഡോക്ടർ APJ അബ്ദുൽ കലാം ഏത് വിഷയത്തിലാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഏത് വിഷയത്തിലാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത്? ഉത്തരം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ചോദ്യം 33. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം മേജർ ജനറൽ പൃഥ്വിരാജ്.
ചോദ്യം 34. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ പേര് എന്താണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ പേര് എന്താണ്? ഉത്തരം ഇൻ ദ മെമ്മറി ഓഫ് കലാം. ചോദ്യം 35. പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി ആരാണ്? പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 36. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ലഭിച്ച വർഷം എന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ലഭിച്ച വർഷം. ഉത്തരം 1981. ചോദ്യം 37. ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത് ആരുടെ ബഹുമാനാർത്ഥമാണ്? ന്യൂഡൽഹിയിൽ മിഷൻ ഓഫ് ലൈഫ് മ്യൂസിയം ആരംഭിച്ചത് ആരുടെ ബഹുമാനാർത്ഥമാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ പ്രസിഡന്റായ മൂന്നാമത്തെ മുസ്ലിം വ്യക്തി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റായ മൂന്നാമത്തെ മുസ്ലിം വ്യക്തി ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 39. APJ അബ്ദുൽ കലാമിൻ്റെ സന്തത സഹചാരി ആയിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സന്തത സഹചാരി ആയിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം ശ്രീജൻ പാൽ സിംഗ്. ചോദ്യം 40. ശ്രീജൻ പാൽ സിംഗ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ്? ശ്രീജൻ പാൽ സിംഗ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം വാട്ട് ക്യാൻ ഐ ഗീവ്. ചോദ്യം 41. പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറയാറുണ്ടായിരുന്ന കലാമിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര്? പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനോട് പറയാറുണ്ടായിരുന്ന കലാമിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേര്? ഉത്തരം ജലാലുദ്ദീൻ. ചോദ്യം 42. APJ അബ്ദുൽ കലാമിനെ കുട്ടികൾ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുട്ടികൾ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഉത്തരം ചാച്ചാ കലാം. ചോദ്യം 43. ഭാരതരത്നം ബഹുമതി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഭാരതരത്നം ബഹുമതി ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 44. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം? ഉത്തരം 1997. ചോദ്യം 45. ആദ്യത്തെ ഫിറോദിയ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആദ്യത്തെ ഫിറോദിയ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 46. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഉത്തരം സെൻറ്റ് ജോസഫ് കോളേജ്. ട്രിച്ചിയിലെ സെൻറ്റ് ജോസഫ് കോളേജിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസം. ചോദ്യം 47. ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം? ഡോക്ടർ APJ അബ്ദുൽ കലാമിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1990. ചോദ്യം 48. മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? മുങ്ങിക്കപ്പലിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം അബ്ദുൽ കലാം. ചോദ്യം 49. ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 50. APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ബഹുമാനാർത്ഥം മെയ് 26 ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം? APJ അബ്ദുൽ കലാമിൻ്റെ സന്ദർശനത്തിൻ്റെ ബഹുമാനാർത്ഥം
മെയ് 26 ശാസ്ത്രദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ചോദ്യം 51. APJ അബ്ദുൽ കലാം സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ച വർഷം എന്ന്? APJ അബ്ദുൽ കലാം സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ച വർഷം എന്നാണ്? ഉത്തരം 2005. ചോദ്യം 52. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ കാലഘട്ടം ഏതു മുതൽ ഏതുവരെ? APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ കാലഘട്ടം? ഉത്തരം 1999 മുതൽ 2001 വരെ. ചോദ്യം 53. കേരളത്തിൽ നിലവിൽ വന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര് എന്താണ്? കേരളത്തിൽ നിലവിൽ വന്ന ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ പേര്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം ജില്ലയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. ചോദ്യം 54. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടിങ്ങിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടിങ്ങിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 55. അഴിമതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള APJ അബ്ദുൽ കലാമിൻ്റെ സംഘടന ഏതാണ്? അഴിമതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള APJ അബ്ദുൽ കലാമിൻ്റെ സംഘടന ഏതാണ്? ഉത്തരം വാട്ട് ക്യാൻ ഐ മൂവ്മെൻറ്റ്. ഉത്തരം എന്താണ്? വാട്ട് ക്യാൻ ഐ മൂവ്മെൻറ്റ്. ചോദ്യം 56. അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിൻ്റെ പേര് എന്താണ്? അബ്ദുൽ കലാം ആരംഭിച്ച ഈ ന്യൂസ് പേപ്പറിൻ്റെ പേര് എന്താണ്? ഉത്തരം ബില്യൺ ബീറ്റ്സ്. ചോദ്യം 57. ഇന്ത്യൻ പരിസ്ഥിതി ഗുഡ്വിൽ അംബാസിഡറായിരുന്ന രാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്ന രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 58. അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര്? അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര് എന്താണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 59. ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 60. ദി ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദ ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 61. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം വാജ്പേയി മൻമോഹൻ സിംഗ്. ചോദ്യം 62. നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ്? നളന്ദ സർവകലാശാലയെ പുനരുദ്ധീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം APJ അബ്ദുൽ കലാം. ചോദ്യം 63. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാമേശ്വരത്തെ പേയ്ക്കറുമ്പ് എന്ന സ്ഥലത്ത്. ചോദ്യം 64. ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് എന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2015 ജൂലൈ 27. ചോദ്യം 65. ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം ഷിലോങ്ങിൽ വെച്ച്. ചോദ്യം 66. 2002 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള ഒരു പദ്ധതി APJ അബ്ദുൽ കലാം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? 2002 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കാനുള്ള ഒരു പദ്ധതി APJ അബ്ദുൽ കലാം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഉത്തരം വിഷൻ ഇന്ത്യ 2020. ചോദ്യം 67.
APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് റോക്കറ്റ് എന്ന ചിന്ത വന്നതിനെക്കുറിച്ച് കലാം പിന്നീട് എഴുതിയത് എങ്ങനെയായിരുന്നു? APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് റോക്കറ്റ് എന്ന ചിന്ത വന്നതിനെക്കുറിച്ച് കലാം പിന്നീട് എഴുതിയത് എങ്ങനെയായിരുന്നു? ഉത്തരം: ഒരു കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലേക്ക് പത്രം എറിഞ്ഞപ്പോൾ. ചോദ്യം 68. NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? ഉത്തരം: APJ അബ്ദുൽ കലാം. ചോദ്യം 69. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള കേരളത്തിലെ ആദ്യ മ്യൂസിയം ഏതാണ്? ഉത്തരം: പുനലാൽ. തിരുവനന്തപുരം ജില്ലയിലെ ദ ഡെയിൽ വ്യൂ എന്ന പുനലാൽ എന്ന മ്യൂസിയം. ചോദ്യം 70. APJ അബ്ദുൽ കലാം ബിരുദം നേടിയത് ഏത് വിഷയത്തിലാണ്? APJ അബ്ദുൽ കലാം ബിരുദം നേടിയത് ഏത് വിഷയത്തിലാണ്? ഉത്തരം: ഫിസിക്സ്. ചോദ്യം 71. എയിമിംഗ് ലോ ഈസ് എ ക്രൈം. ചെറിയ ലക്ഷ്യങ്ങൾ നമ്മുടെ കുറ്റമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എയിമിംഗ് ലോ ഈസ് എ ക്രൈം. ചെറിയ ലക്ഷ്യങ്ങൾ നമ്മുടെ കുറ്റമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം: ഡോക്ടർ APJ അബ്ദുൽ കലാം. ചോദ്യം 72. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പ്രധാന കൃതികൾ. ഉത്തരം: വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ടാർച്ച് 3 ബില്യൺ, ദി ലൂമിനസ് സ്പാർക്സ്. ചോദ്യം 73. അബ്ദുൽ കലാമിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകം ഏതാണ്? ഉത്തരം: ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. ലിലിയൻ വാട്സൺ എഴുതിയ ലൈറ്റ് ഫ്രം മെനി ലാംപ്സ്. ചോദ്യം 74. APJ അബ്ദുൽ കലാമിനെ സ്വാധീനിച്ച ഇംഗ്ലീഷ് അധ്യാപകൻ ആരാണ്? APJ അബ്ദുൽ കലാമിനെ സ്വാധീനിച്ച ഇംഗ്ലീഷ് അധ്യാപകൻ ആരാണ്? ഉത്തരം: ഫാദർ സെക്യുറ. ചോദ്യം 75. APJ അബ്ദുൽ കലാമിൻ്റെ ശാസ്ത്രബോധം ഉയർത്തിയ അധ്യാപകർ ആരായിരുന്നു? APJ അബ്ദുൽ കലാമിൻ്റെ ശാസ്ത്രബോധം ഉയർത്തിയ അധ്യാപകർ ആരായിരുന്നു? ഉത്തരം: പ്രൊഫസർ കൃഷ്ണമൂർത്തി, പ്രൊഫസർ ചിന്നദുരൈ. ചോദ്യം 76. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം ക്ലാസ് എടുത്തിരുന്നത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു? 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം ക്ലാസ് എടുത്തിരുന്നത് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നു? ഉത്തരം: വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച്. ചോദ്യം 77. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം: അബ്ദുൽ കലാം ആസാദ്. ഇനി നിങ്ങൾക്കുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം: APJ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ച വർഷം എന്നാണ്? APJ അബ്ദുൽ കലാമിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ച വർഷം എന്നാണ്? ചോദ്യം 2. ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബായ്.